കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളുടെ മകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോന്നറിയാനല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ സഹായം തേടി വന്നിരിക്കുന്നു, അതല്ലേ? അതെ സ്വാമി, എന്റെ മകന്റെ ജാതകത്തില് മൃത്യുദോഷമുണ്ട്. ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മരണം അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. മരണദോഷത്തിൽ നിന്നും എന്റെ മകനെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ ഒരു പ്രശ്നത്തിന് അവിടുന്ന് ഒരു പരിഹാരം കണ്ടെത്തി തരണം സ്വാമി. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സ്വാമി, ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കാതെ, ഞങ്ങളോട് മറ്റൊന്നും ചോദിക്കാതെ ഞങ്ങൾ എന്തിനാ വന്നതെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളൊരു പരിഹാരം കാണുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ വന്നത്. എന്റെ മകനെ അവിടുന്ന് രക്ഷിക്കണം സ്വാമി. എന്റെ മകന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് സ്വാമി. വേറെ ഒരു വഴിയും കാണുന്നില്ല സ്വാമി. അതുകൊണ്ടാ അങ്ങയുടെ കാരുണ്യം തേടി ഞങ്ങൾ വന്നത്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സ്വാമി. സാധ്യമല്ല. ആ നാഗദേവത നിങ്ങളുടെ മകനെ കൊല്ലുമെന്ന് ശപഥമെടുത്ത് നടക്കുകയാണ്. ഉറപ്പായും അവനെ കൊല്ലാതെ വിടില്ല. ആ നാഗദേവതയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ മകനെ രക്ഷിക്കുന്ന കാര്യം നടക്കാത്ത കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ മകന്റെ മൃത്യുദോഷത്തെ പറ്റി അങ്ങയ്ക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങയ്ക്ക് അതിനുള്ള പരിഹാരവും കാണാൻ കഴിയും സ്വാമി. അങ്ങ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയെങ്കിലും എന്റെ മകനെ രക്ഷിക്കാനുള്ള വഴി പറഞ്ഞു തരൂ സ്വാമി. ഞാൻ അപേക്ഷിക്കുകയാണ്. അലമുറയിട്ട് കരഞ്ഞതുകൊണ്ടൊന്നും നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അത് ബ്രഹ്മാവ് നിശ്ചയിച്ച കാര്യം. ആർക്കും അതിനെ മറികടക്കാൻ സാധിക്കില്ല. അവന്റെ തലയിലെഴുത്ത് പോലെ ആ നാഗദേവത അവനെ കൊന്നിരിക്കും, ഉറപ്പ്. അതിലൊരു സംശയവും വേണ്ട. ഉറപ്പായും നിങ്ങളുടെ മകൻ മരിച്ചിരിക്കും. ആ വേദന നിങ്ങൾ സഹിച്ചേ തീരൂ. സ്വാമി, എനിക്ക് ആകെയുള്ളത് എന്റെ ഒരേ ഒരു മകൻ മാത്രമാണ്. അവൻ എന്നെ വിട്ടുപോയാ അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. അവനില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി, എനിക്ക് കഴിയില്ല. നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ തീരില്ല. അവന്റെ തലയെഴുത്തും മാറില്ല. നിന്റെ മകന് അല്പായുസാണ്. ആര് വിചാരിച്ചാലും അവനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾക്കെന്നല്ല, ആ ദൈവത്തിന് പോലും നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നിന്റെ മകന്റെ മരണം നിശ്ചയം. അതാരെ കൊണ്ടും തടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലും അതൊരിക്കലും സാധിക്കുകയില്ല. നിന്റെ മകൻ ഉറപ്പായും മരിക്കും. ഉറപ്പായും മരിച്ചിരിക്കും. ആർക്കും അവനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം.
ഇപ്പോഴും അതേക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. ഭൈരവി, ഈ പാല് കുടിക്കുമോളെ? ഇപ്പൊ എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. നോക്കുമോളെ, നീയല്ലേ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത്. നീ ഇവിടെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ മോളെ? ഇല്ല മുത്തശ്ശി, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടനും അപ്പച്ചിയും നാഗസാധുക്കളുടെ അടുത്ത് പോയിരിക്കുകയാണ്. അവരെന്ത് പറയുമെന്ന് ആലോചിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് മുത്തശ്ശി. മോളെ, നാഗസാധുക്കൾ എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാ. അവര് നല്ലത് മാത്രം സംഭവിക്കാൻ അനുഗ്രഹിച്ചിട്ടാവും തിരിച്ചയച്ചിട്ടുണ്ടാവുക. നോക്കുമോളെ, നീ പേടിക്കേ വേണ്ട. വാ മോളെ, ഇവിടെ ഇരിക്കെ. ഈ പാല് കുടിച്ചേ. രാവിലെ മുതൽ നീ വിശന്നിരിക്കല്ലേ, പിന്നെ എങ്ങനെ നീ അവനെ രക്ഷിക്കും? ഞാൻ പറയുന്ന കേക്ക്. ഈ പാല് കുടിക്ക്. കുടിക്ക്. അവരിനി എത്തിയില്ലല്ലോ. പറ മേഡം. നിങ്ങൾക്ക് വേണ്ടി വീട്ടിലെ കഥകൊക്കെ തുറന്നു വെച്ചിരിക്കുക. എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് വാ. ഓക്കെ മേഡം. ഒരു കാര്യം കൂടി, നിങ്ങൾ കയറി വരുന്നിടത്ത് തന്നെയുണ്ട് പൂജാമുറി. അതിനകത്ത് തന്നെയാണ് മാണിക്യമുള്ളത്. ആ മാണിക്യം ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനുശേഷം ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാം. ശരി മേഡം.
മര്യാദയ്ക്ക് മാണിക്കം ഇങ്ങെടുക്ക. വിടാനല്ലേ പറഞ്ഞു. നിങ്ങളൊക്കെ ഇവര് മാണിക്യം മോഷ്ടിക്കാനാണ് വന്നതെങ്കിൽ വീട്ടിൽ മാണിക്യമുള്ള കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? മാണിക്യം മോഷ്ടിക്കാൻ സാൻവിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ സാൻവി എവിടെയുണ്ടെന്ന് അറിയാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇവൾ ഒളിച്ചിരുന്നിട്ട് റൗഡികളെ വെച്ച് പ്ലാൻ വർക്കൗട്ട് ചെയ്യണം. ഭാനി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. മുതശ്ശി, അവരൊക്കെ ആരാ? ഭാനി, ഭാനി, നീ ഓക്കേനല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഭാനി, ഒന്നുമില്ല അർജുൻ, എനിക്കൊന്നും പറ്റിയില്ല. വന്നതൊക്കെ ആരാ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ മാണിക്യം എടുത്തിട്ട് പോകാൻ വന്നതാ. മാണിക്യത്തിന് വേണ്ടിയോ? അയ്യോ, അമ്മര് വാതറന്ന് സാൻവിയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഭാനി, നീ ഓക്കെ അല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഈ ഭവാനി സാധാരണ ഒരു പെണ്ണല്ല. ആ ഗുണ്ടകളവൾ എങ്ങനെ എതിർത്ത് നിന്നത്? ഞാൻ വിചാരിച്ച പോലെ ഒരു പെണ്ണേ അല്ല ഇവള്. ഭാനി, താൻ ഓക്കെ അർജുൻ? അറിയോ? ഭാനി, ഇയാൾ വിഷമിക്കാതിരിക്കെ. മോളെ ശകുന്തളെ, ശകുന്തളെ, എന്താ പറ്റി? എന്താ മോളെ? അമ്മ എന്തു പറ്റി? ആ നാഗസാധുക്കൾ എന്താ പറഞ്ഞെന്ന് പറയേ. അളിയ, എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? നാഗസാധുക്കൾ എന്താ പറഞ്ഞേ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പച്ചി, എന്താ വല്ലാതെ ഇരിക്കുന്നേ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ പറഞ്ഞെന്നൊന്ന് പറയൂ അപ്പച്ചി. അർജുൻ, അമ്മേ, അമ്മ എന്തു പറ്റി? അമ്മേ, എന്തു പറ്റിയെന്ന് പറ. അർജുൻ, ആ നാഗദേവത ഇവനോട് പ്രതികാരം ചെയ്യാനിരിക്കുക. ഉറപ്പായും ഇവനെ കൊന്നിരിക്കും. തീർച്ചയായും ഇവനെ കൊന്നിരിക്കും. എന്തു പറ്റി അമ്മേ? എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത്? അല്ലേ? ഇല്ല മോനെ, നല്ലതൊന്നും അല്ല പറഞ്ഞത്. നിനക്കിപ്പോ മോശ സമയമാണെന്നാ പറഞ്ഞേ. എന്താ അമ്മേ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന് പറയാമ്മ. അർജുൻ, നിന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോവാന്നാ പറഞ്ഞത്. നിനക്ക് മൃത്യുദോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നാ.
അമ്മേ പ്ലീസ് അമ്മ, കരയാതെ കരയാതമ്മ, എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. അമ്മ അമ്മ പ്ലീസ് അമ്മ, കരയല്ലേ അമ്മ. അയ്യോ, നാഗസാധുക്കൾ അങ്ങനെ കള്ളം പറയാറില്ല ചേച്ചി. അവർ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിയുള്ള ആൾക്കാരല്ലേ ചേച്ചി. നടന്നതും നടക്കാൻ പോണതും നടക്കാനിരിക്കുന്നതും ഒക്കെ അവർക്കറിയാൻ പറ്റും. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായാ നടക്കാൻ സാധ്യതയുണ്ട് ചേച്ചി. എനിക്ക് എന്തൊക്കെ ഭയം തോന്നുന്നു ചേച്ചി. അതെ ചേച്ചി, പാവം നമ്മുടെ അർജുന് എന്താകുമെന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പൊ എന്റെ ഹൃദയം പടപടാന്ന് മിടിച്ചോണ്ടിരിക്കുക. അർജുൻ, അമ്മേ അമ്മ, എനിക്കൊന്നും സംഭവിക്കില്ല അമ്മ. അമ്മ പ്ലീസ് അമ്മ. ഒന്നും വരില്ല മോളെ, അവനൊന്നും വരില്ല. ഞാനിനി എന്ത് ചെയ്യും മോനെ? അമ്മ 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 കരയാതെ അമ്മ. അമ്മ പ്ലീസ് അമ്മ. അമ്മ പ്ലീസ് പ്ലീസ് അമ്മ, കരയാതെ അമ്മ. അമ്മ പ്ലീസ് അമ്മ. അമ്മ കരയാതെ കരയാതെ അമ്മ പ്ലീസ്. അർജുൻ, അർജുൻ. അർജുൻ, അർജുൻ, ഞാൻ നിന്നെ എവിടേക്കും വിടില്ല. ഈ വീട് വിട്ട് ഒരിടത്തേക്കും പോകാൻ പാടില്ല. അമ്മ ഇങ്ങനെ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ. അമ്മ പ്ലീസ് അമ്മ. അമ്മ അമ്മ ഞാൻ പറയുന്നത് കേക്കമ്മ. ഞാൻ എവിടെയും പോയില്ലല്ലോ അമ്മ, ഇവിടെ തന്നെ ഇല്ലേ? പ്ലീസ് അമ്മ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എനിക്കൊന്നും സംഭവിക്കില്ല അമ്മ. അതെ, അത് പിന്നെ ഉണ്ടല്ലോ, എത്ര നല്ല വാർത്തയാ കേട്ടത്.